വരാം. അതിനു മുമ്പ് തൃപ്പൂണിത്തറ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം നമുക്ക് പരിശോധിക്കാം. തൃപ്പൂണിത്തറ ഒരു നഗര കേന്ദ്രീകൃത മണ്ഡലമാണ് എന്ന പ്രത്യേകതയുണ്ട്. കാരണം കൊച്ചി എന്ന നഗരത്തിനോട് നിൽക്കുന്ന അതേ സാഹചര്യങ്ങളൊക്കെയുണ്ട്. പരമ്പരാഗതമായി ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് വെച്ചാൽ അവിടെ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഒത്തിരി ഇടമുള്ള സ്ഥലമാണ്. അങ്ങനെ രാഷ്ട്രീയപരമായ സ്വാധീനം ഇടതുപക്ഷത്തിന് അവകാശപ്പെടാമെങ്കിലും നേരത്തെ ആജ്ഞ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കുറേ തെരഞ്ഞെടുപ്പുകളിലായി അവിടെ കെ ബാബു എന്ന ഒറ്റയാൾ വിജയിച്ചു വരികയാണ്. കെ ബാബു UDFൻ്റെ രാഷ്ട്രീയ മുഖത്തിനുമപ്പുറം വ്യക്തിപരമായി സമാഹരിക്കുന്ന വോട്ടുകൾ ആണ് ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയം ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ഒരു തവണ അദ്ദേഹത്തിന് അട്ടിമറി പരാജയം അവിടെ നേരിടേണ്ടി വന്നു. സ്വരാജിൻ്റെ വിജയം ഉണ്ടായതാണ്, നമ്മൾ കണ്ടതാണ്. നമുക്ക് നോക്കാം ഈ മണ്ഡലത്തിൻ്റെ മാറിയ മുഖം എത്ര കണ്ട് ആ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുമെന്ന കാര്യം കൂടി നോക്കാം. എന്താണ് തൃപ്പൂണിത്തറയുടെ മുഖം എന്നത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമുക്ക് തൃപ്പൂണിത്തറയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ, തൃപ്പൂണിത്തറയിൽ കഴിഞ്ഞ 2016 ഒരു ചിത്രം നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിരുന്നു. അവിടെ എം സ്വരാജ് 62,697 വോട്ടുകളാണ് നേടുന്നത്. തുറവൂർ വിശ്വംഭരൻ 29,843 വോട്ടുകൾ. അതായത് BJP ഏറ്റവും അധികം വോട്ട് സമാഹരിച്ച ഒരു തെരഞ്ഞെടുപ്പിലാണ് കെ ബാബു അട്ടിമറി നേരിട്ടത്. അവിടെ 2016 അവിടെ പരാജയമാണ് കെ ബാബുവിനുണ്ടായത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറെ വ്യക്തിപരമായി തന്നെ ഏറെ പ്രതിസന്ധികൾ ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു. അവിടെ വലിയ രാഷ്ട്രീയ ആക്ഷേപങ്ങൾക്കിടയിൽ കെ ബാബു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇടമാണ്. അതുകൊണ്ട് അവിടെ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ 2016 സംഭവിച്ചത് അത്തരമൊരു പരാജയമായിരുന്നു എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ചിത്രം കൂടി നമുക്കൊന്ന് വേഗത്തിൽ നോക്കാം. എന്താണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നടന്നത്? 2021 അവിടുത്തെ ചിത്രം ഇതായിരുന്നു. അവിടെ കെ ബാബു സമാഹരിച്ച വോട്ടുകൾ 65,875. സ്വരാജ് തന്നെ എതിർ സ്ഥാനാർത്ഥിയായി വരുന്നു. സിറ്റിംഗ് MLA ആയിരുന്നു. 64,883 വോട്ട്. KS രാധാകൃഷ്ണൻ 23,756 വോട്ട്. അതായത് BJPയുടെ വോട്ടുകളിൽ കുറവുണ്ടായി കഴിഞ്ഞ തവണ എന്നതാണ് സാഹചര്യം. സ്വാഭാവികമായി സംഭവിച്ചത് അവിടെ നേരിയ മാർജിനുള്ള അവിടെ UDFൻ്റെ വിജയമാണ്. കെ ബാബുവിൻ്റെ തിരിച്ചുവരവാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ കണ്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ വിജയമായിരുന്നു കെ ബാബുവിന്. ഇത്തവണ അത് തിരിച്ചു പിടിക്കാം എന്ന ഇടതുപക്ഷത്തിൻ്റെ പ്രതീക്ഷയുടെ പ്രധാനപ്പെട്ട കാരണം കെ ബാബു തെരഞ്ഞെടുപ്പ് രംഗത്തില്ല. 1, 2 കഴിഞ്ഞ തവണ വെറും ചെറിയ വോട്ടുകൾക്ക് 1000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് അവിടെ കഴിഞ്ഞ തവണത്തെ UDFൻ്റെ വിജയമുണ്ടായത് എന്നതാണ് സാഹചര്യം. ഇനി നമുക്ക് എന്താണ് മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം, അതിന് കീഴിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ മുഖം കൂടി നോക്കാം. നോക്കൂ, തൃപ്പൂണിത്തറ എന്ന് പറയുന്നത് മരട്, ഇടക്കൊച്ചി, തൃപ്പൂണിത്തറ ടൗൺ, ഉദയം പേരൂർ ഒപ്പം മറ്റു മേഖലകളിലൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമായി കൂടി മാറുകയാണ്. കുമ്പളം, ഏരൂർ, പള്ളുരുത്തി, കച്ചേരിപ്പടി, തൃപ്പൂണിത്തറ ഇതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു പൊതുവായ ചിത്രം. കഴിഞ്ഞ തവണത്തെ 2025 തദ്ദേശ ചിത്രം കൂടി ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്കൊന്ന് പരിശോധിച്ച് പോകാം. 2025 തൊട്ട് മുമ്പ് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഇങ്ങനെയായിരുന്നു. UDFന് തന്നെയാണ് മണ്ഡലത്തിൽ മജോറിറ്റി കിട്ടിയത്. നേരിയ വോട്ടുകൾക്ക് മാത്രമാണ് മണ്ഡലത്തിൻ്റെ പൊതുചിത്രം നോക്കുമ്പോൾ ഉണ്ടാകുന്നത്. അതായത് 54,662 വോട്ടുകളാണ് UDF നേടുന്നത്. ഇടതുമുന്നണിയാവട്ടെ 54,419 വോട്ടുകൾ. NDA 27,640 വോട്ടുകൾ. ഒരു കാര്യം വ്യക്തമാണ്, UDFൻ്റെ ലീഡ് 243 വോട്ടുകൾ മാത്രമാണ്. അതായത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് അനുകൂലമായൊരു തരംഗമുണ്ടായി എന്ന് വിശ്വസിക്കുമ്പോഴും അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച വെറും 243 വോട്ടുകളും. അതായത് ഇഞ്ചോടിഞ്ചാണ് ആ പോരാട്ട ചിത്രം എന്നതാണ് അവിടെ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ തുടരുന്നുണ്ട്. ആജ്ഞ നോക്കൂ, തെരഞ്ഞെടുപ്പ് ചിത്രം 2021 നേരിയ മാർജിനിൽ കെ ബാബു വിജയിക്കുന്നു. തൊട്ടു മുന്നിൽ 2025 നമുക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 200 ശതമാനം വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ആ മണ്ഡലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ UDFന് അവിടെ ഉണ്ടായത്. അതായത് ഇടതുപക്ഷത്തിന് ഇപ്പോഴും വലിയ പ്രതീക്ഷയുള്ള ഇടമാണ് എന്ന പ്രത്യേകതയുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ അനിൽകുമാർ എന്ന മുഖത്തെ കൂടുതലായി പരിഗണിക്കുന്നതിന് CPMൻ്റെ ആലോചനയിലേക്ക് വരുന്നതിൻ്റെ കാരണം? ഒപ്പം കെ ബാബു ഇല്ലാത്ത തൃപ്പൂണിത്തറയിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നു? സജിത്ത് നേരത്തെ ഇപ്പോൾ സൂചിപ്പിച്ച കാര്യത്തിൽ തന്നെ അതിനുള്ള ഉത്തരമുണ്ട്. പ്രത്യേകിച്ചും എം സ്വരാജ് സിറ്റിംഗ് MLA ആയിരുന്ന ഒരു കാലഘട്ടം 2016 മുതലാണ്. അതായത് 1991 മുതലുള്ള തുടർച്ചയായ 6 തവണയും കെ ബാബു നിയമസഭയിലെത്തുകയും അതുപോലെ 5 തവണയും നിയമസഭയിലെത്തുകയും അതുപോലെ 6ാം തവണ പരാജയപ്പെടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. 7ാമത്തെ തവണയാണ് വീണ്ടും നിയമസഭയിലെത്തുന്ന സാഹചര്യമുണ്ട്. അതായത് തുടർച്ചയായുള്ള 7 മത്സരങ്ങളിൽ കെ ബാബു 6 തവണയും തൃപ്പൂണിത്തുറയെ പ്രതിനിധീകരിച്ച് നിയമസഭയിലെത്തി എന്നുള്ളതാണ് പ്രധാനം. അതുകൊണ്ട് തന്നെ സൈറ്റ് സൂചിപ്പിച്ചതുപോലെ തന്നെ കെ ബാബുവിൻ്റെ വ്യക്തിപ്രഭാവം എന്നുള്ളൊരു കാര്യം ഇതിൽ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ബാർക്കോഴ കേസ് ഒന്നുകൊണ്ട് മാത്രമാണ് 2016 മണ്ഡലം കയ്യിൽ നിന്ന് പോയത് തന്നെയാണ് വിലയിരുത്തൽ. ആ ഒരു സാഹചര്യത്തിൽ അത് പിറ്റേ
ടൈമിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അതിനെ വീണ്ടെടുക്കാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും UDF-ഉം LDF-ഉം തമ്മിലുള്ള വോട്ടിന്റെ മാർജിൻ വളരെ ചെറുതാണ് എന്നുള്ളതാണ് പ്രത്യേകത. സ്വരാജ് 2016 കെ ബാബുവിനെ തോൽപ്പിച്ചതിന് ശേഷം, അതായത് പിന്നീട് UDF അട്ടിമറി ജയമൊന്നും ആയിരുന്നില്ല നേടിയിരുന്നത്. ചെറിയ ഭൂരിപക്ഷം, അതായത് 1992 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കെ ബാബു വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിയത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കെ ബാബുവിന്റെ വ്യക്തിപ്രഭാവം അത് വോട്ട് ബാങ്കുകൾ അതായത് വോട്ടായി മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴും ഇപ്പോൾ കെ ബാബു മത്സരിക്കുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരു പ്രതീക്ഷയാണ് LDF-നെ സംബന്ധിച്ചുള്ളത്. M. അനിൽകുമാറാണ്, അതായത് മുൻ മേയർ അനിൽകുമാറിനെയാണ് മത്സര രംഗത്തേക്ക് ഇറക്കാൻ CPM ഉദ്ദേശിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ അനിൽകുമാർ മത്സര രംഗത്തേക്ക് എത്തുമ്പോൾ തന്നെ പ്രധാനമായും ഈ അപ്പർ ക്ലാസ് വോട്ടുകൾ ലക്ഷ്യമിട്ട് തന്നെയാണ്. അതിനൊരു വലിയ മേൽക്കൈ തന്നെ ആ മണ്ഡലത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈഴവ വോട്ടും ലാറ്റിൻ വോട്ടുകളും ഒക്കെയുള്ള മണ്ഡലം തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഈ അപ്പർ കാസ്റ്റ് വോട്ടുകൾക്ക് അത് മണ്ഡലം നിർണ്ണയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല അനിൽകുമാറിന്റെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജും അനിൽകുമാർ തൃപ്പൂണിത്തുറയിലെ ഒരു സ്ഥാനാർത്ഥിയാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് തന്നെയാണ് CPM വിലയിരുത്തുന്ന. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അനിൽകുമാർ, മുൻ മേയർ അനിൽകുമാർ തന്നെ ആയിരിക്കും CPM-ന്റെ സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ളത് CPM-നെ സംബന്ധിച്ച് വലിയ ടാസ്കായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കണ്ടിട്ടുള്ള വോട്ട് ഷെയർ വലിയ വ്യത്യാസമില്ലാതെ UDF-നും LDF-നും തമ്മിൽ ലഭിച്ചിരിക്കുന്ന വോട്ടുകൾ തമ്മിലുള്ള വ്യത്യാസം വലുതല്ലാത്തിരുന്ന സാഹചര്യവും LDF-ന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ചും കെ ബാബു മത്സരരംഗത്തില്ല എന്ന് പറയുമ്പോഴും അത് കൂടുതൽ പ്രതീക്ഷയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും കെ ബാബുവിന്റെ വ്യക്തിപ്രഭാവമായിരുന്നു ഈ 91 മുതൽ തുടർച്ചയായുള്ള മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് കെ ബാബു നിയമസഭയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ. ആ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കെ ബാബു മത്സരരംഗത്തില്ലാത്തത് LDF-ന് കൂടുതൽ പ്രതീക്ഷ നൽകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ സാധിച്ചത്. അതാണ് തൃപ്പൂണിത്തുറ പറയാൻ പോകുന്ന രാഷ്ട്രീയം. ഇത്തവണ ഇഞ്ചോടിച്ച് തന്നെ പോര് നടക്കും തൃപ്പൂണിത്തുറയിൽ നിന്ന് ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ചിത്രവും നൽകുന്നതാണ്. കെ ബാബു ഇല്ലാത്ത തൃപ്പൂണിത്തുറയിൽ ഇടതുപക്ഷം കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്നതിൻ്റെ കാരണം ചില കണക്കുകൾ കൂടി അടിസ്ഥാനത്തിലാണ്. അങ്ങനെയെങ്കിൽ M. അനിൽകുമാറിനൊരു അട്ടിമറി സാധ്യമാകുമോ, അതല്ല ബാബുവിനപ്പുറം അതിശക്തനായ മറ്റൊരാളെ കളത്തിലിറക്കുമോ? ഇവിടെ BJP-യുടെ നീക്കം കൂടി പ്രധാനമാണ്. BJP-യുടെ വോട്ട് കുറയുമ്പോൾ UDF-ന്റെ വിജയം എന്നതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ കണ്ട സാഹചര്യം. ഇത്തവണ അത് മാറുമോ? തുറവൂർ വിശ്വംഭരൻ സമാഹരിച്ച വോട്ടുകൾക്ക് അപ്പുറമുള്ള ഒരു നീക്കം നടത്താൻ BJP-ക്ക് കഴിയുമോ എന്നതും പ്രധാനപ്പെട്ടതാണ്. എന്തായാലും കാത്തിരുന്ന് കാണണം തൃപ്പൂണിത്തുറയുടെ രാഷ്ട്രീയം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.